ഈ ഷോട്ട് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും സ്ഥലം എവിടെയാണ്. അതെ, നമ്മൾ അട്ടപ്പാടി പോയിട്ടുള്ള ഒരു ദിവസത്തെ എന്തൊക്കെയാണെന്നാണ് ഇതിൽ പറയാൻ പോകുന്നത്. രാവിലെ നമ്മൾ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ലേറ്റായിട്ട് നീച്ചുകൊണ്ട് നമ്മൾ പ്ലാൻ ക്യാൻസൽ ചെയ്ത് പോകണില്ല എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും കുഴപ്പമില്ല, വൈകിയാലും നമുക്ക് പോവാം, എങ്ങനെയുണ്ട് ക്ലൈമറ്റ്, കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കയറാം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയി നിന്നിട്ടുണ്ടായിരുന്നത്. റോഡ് ആസ് യൂഷ്വൽ ഭയങ്കര മോശമായിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 3 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇതേപോലെ തന്നെ ആയിരുന്നു, ഇപ്പോഴും ഇതേപോലെ, യാതൊരു മാറ്റവും. പിന്നെ നമ്മൾ മണ്ണാർക്കാടൊക്കെ എത്തിയ സമയത്താണ് ചായയും ഒരു മസാല ദോശയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ചുരം കയറിയിട്ടുണ്ടായിരുന്നത്. കയറി തുടങ്ങിയ സമയത്ത് തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊക്കെ. അത്യാവശ്യം ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ, നല്ല മഴയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പോയ സമയത്ത്. പിന്നെ ഞങ്ങൾ കയറി തുടങ്ങിയപ്പോഴൊന്നും കോടയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ കരുതി വേണ്ടായിരുന്നു, പ്ലാന് ചീറ്റിപ്പോയി, തിരിച്ചു പോവാന്നൊക്കെ. അപ്പം നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ കയറിയ സമയത്താണ് മഴയ്ക്കൊന്ന് പതുക്കെ നിന്നു. അത്യാവശ്യം നല്ല കോടയൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങനെ കയറി. ഞാൻ ആദ്യമായിട്ട് അട്ടപ്പാടി വന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഞാൻ ലാസ്റ്റ് വന്നത് കഴിഞ്ഞ വർഷമായിരുന്നു. ഒരു 3 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റത്തെ പ്രാവശ്യം വന്ന സമയത്ത് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു, നല്ല കോട ഉണ്ടായിരുന്നു. പിന്നെ 2 പ്രാവശ്യം വന്നപ്പോഴും ഭയങ്കര ഷോക്കായിരുന്നു. അതും ഒരു മഴക്കാല സമയത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ മഴയൊക്കെ ആയിട്ട് കോടയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ചുരമൊക്കെ കയറി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഒരു കട കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വെറുതെ ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് ചോർന്നപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് കണ്ട് അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള കുറേ സംഭവങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊരു മിക്സ്ഡ് ആണ്, ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും നട്ട്സൊക്കെ ആയിട്ടുള്ളൊരു കോംബോ ആയിരുന്നു. പിന്നെ ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇതൊരു പീപ്പിളി അങ്ങനെ എന്തോ ആണ്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സൗണ്ട് മാറും, അല്ലാതെ ഊതിക്കഴിഞ്ഞാൽ സൗണ്ട് വേറെ മോഡൽ, അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നരസിമുക്കായിരുന്നു. ഇപ്പോൾ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഫുള്ളായിട്ടൊന്നും അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ റെയിൻ കോട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുടുങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചത് അവിടെ ചുരം ഇറങ്ങുന്ന സ്ഥലത്തു നിന്ന് തന്നെയാണ്. നമ്മൾ സൈലൻറ്റ് വാലിക്ക് പോകുന്ന ആ റോഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ളൊരു കടയിൽ നിന്നാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിരിയാണി ആയിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് തിരിച്ചു പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.